5 ഓൾ ഇന്ത്യ ട്രിപ്സ് കഴിഞ്ഞു. ഇത് 6ാമത്തെ ഓൾ ഇന്ത്യ ട്രിപ്പാണ്. We started our company in the first year of our college. ജെൻസി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഒരുപാട് ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വി ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഫോർച്യൂണർ ഉണ്ട്, നമ്മൾ അതിലായിരുന്നു ഓൾ ഇന്ത്യ ട്രിപ്സ് മിക്കതും ചെയ്തത്. പിന്നെ വി ബോട്ട് ലൈക്ക് ആൻ ഓഡി Q7, പിന്നെ അതിന് ശേഷമാണ് ഡിഫൻഡർ വാങ്ങിച്ചത്. ദില്ലി കേരള ഹൗസിന് മുന്നിലാണുള്ളത്. മാധ്യമപ്രവർത്തനമാണല്ലോ, സ്വാഭാവികമായിട്ടും ചില വാർത്തയുടെ ആവശ്യമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോഴാണ് ഒരു ഡിഫൻഡർ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഡിഫൻഡറിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവരെങ്ങനെയാണ് ഈ സ്വപ്നത്തിലേക്ക് എത്തിയത്, ഓരോ ചുവടും എങ്ങനെയാണ് ഈ സ്വപ്നത്തിൽ മുന്നേറാൻ ശ്രമിക്കുന്നതടക്കം ഈ ഡിഫൻഡറിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ആളുകൾ നമുക്ക് പറഞ്ഞാൽ നോക്കാം. എവിടെ നിന്നാണ് വരുന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയാണ് ഈ ഡിഫൻഡറിലേക്കൊക്കെ എത്തിയത്? നമ്മൾ ആക്ച്വലി ഒരു ഓൾ ഇന്ത്യ റോഡ് ട്രിപ്പിന് ഭാഗമായിട്ടാണ്. ഓൾ ഇന്ത്യ റോഡ് ട്രിപ്പിന് അങ്ങനെയാണോ കേരള ഹൗസിന് ഫ്രണ്ടിലെത്തിയത്? ഇവര് 5 പേരുണ്ട്, ചില്ലറക്കാരൊന്നും അല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിഫൻഡറിൽ നിന്നൊക്കെ ഇറങ്ങി വരികയാണ്. ഇവരുടെ എല്ലാം പ്രായം 30-ൽ താഴെ മാത്രമാണ്. സ്വപ്നത്തിൻ്റെ കാര്യം, ഈ സ്വപ്നമൊക്കെ അവർ എങ്ങനെയാണ് നേടിയെടുക്കുവാൻ പോകുന്നത്, അവർ കണ്ട സ്വപ്നങ്ങൾ എങ്ങനെയാണ് ഇതുവരെ സാക്ഷാത്കരിച്ചത്, ഇപ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെ, അതൊക്കെ കൃത്യമായി റിപ്പോർട്ടറിനോട് പറയുകയാണ്. അപ്പം ആദ്യം നമ്മളല്ലേ കണ്ടത്, ആദ്യം നമ്മളല്ലാണ്ട്. അപ്പം നമുക്ക് അങ്ങനെ തുടങ്ങാം. പേരെന്താ? സോ സേറ എന്നാണ് ഞങ്ങളുടെ സൂഡോ നെയിം അല്ല, ബ്ലോഗ് നെയിം ആയിട്ട് സോ എന്നാണ് വിളിക്കുക. എൻ്റെ പേര് നിക്കിത റെഡ്ഡിയാണ്. വ്ളോഗ് നെയിം ഡ്രിക്സ്. അടുത്ത ആളുടെ എൻ്റെ പേര് ശില്പ, വ്ളോഗിൽ എന്നെ ഇയോ എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ പേര് ഹംന, വ്ളോഗിൽ ഗ്രേ. എൻ്റെ പേര് അനീറ്റ, വ്ളോഗിൽ ലിറ്റ്. വിഷയത്തിൽ ഇവരെ ഏറ്റവും കൂടുതലായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച വാക്ക് ഏതാണ്? വ്ളോഗ്. വ്ളോഗിലേക്ക് ഇവരെങ്ങനെയാണ് എത്തിയത് അത് നമുക്ക് ചോദിക്കാം. വ്ളോഗ് എങ്ങനെ എത്തിയത്? ഓക്കെ, ലോങ് സ്റ്റോറി ഷോർട്ട്, നമ്മൾ 2019 ഒരുമിച്ച് കൂടിയത്. കോവിഡ് ടൈംസിലായിരുന്നു. സോ വി സ്റ്റാർട്ടഡ് അവർ കമ്പനി ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് അവർ കോളേജ്. നമ്മൾ 16-17 ഇയേഴ്സ് ആയപ്പോഴാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഫാഷൻ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് എല്ലാവരും ബാംഗ്ലൂരിൽ. അതെ, നമ്മൾ നിഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഒരുമിച്ച്. ആൻഡ് ദെൻ വി പ്ലാൻ, നമ്മൾ ഒരുമിച്ച് നിൽക്കാതെ പ്ലാൻ ചെയ്തു. പിന്നെ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നാണ് പ്ലാൻ ചെയ്തത്. നമ്മുടെ കമ്പനിയുടെ പേര് ലൈഫ് ഡിസൈനർ എന്നാണ്. ഇത് ബാംഗ്ലൂർ തന്നെ ബേസ്ഡ് ആണ്. അതായത് സാധാരണ എന്താണ് ചെയ്യുക, പഠിച്ചതിന് ശേഷം ഒരു ജോലിയിലേക്ക് പോകുക എന്നതായിരിക്കും സ്വാഭാവികമായിട്ടും ഒരാൾ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു, അതല്ലേ? യെസ്, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരു കമ്പനിയുടെ തോട്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്തു, ഇൻകോർപ്പറേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കമ്പനിയിലെ വർക്കും പാരലലി ചെയ്ത് വ്ളോഗും ചെയ്ത് അങ്ങനെ ഇപ്പോൾ നമ്മളൊരു AI ഇന്ത്യയിൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു AI സിസ്റ്റം നമ്മൾ ചെയ്തു. നമ്മളിപ്പോൾ അത് ലോഞ്ച് August 15th ലോഞ്ച്. ഈ വ്ളോഗിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളൊരു സംരംഭത്തിന്റെ ഭാഗമായാണോ ഈ യാത്രകളൊക്കെ ചെയ്തത്? അതെ, വർക്ക് റിലേറ്റഡ് ആയിട്ടായിരുന്നു ട്രാവൽസ് സ്റ്റാർട്ട് ചെയ്തത്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് മീറ്റിംഗ്സിനും മറ്റുമായിട്ട് നമ്മൾ ഫുൾ ഇന്ത്യയിൽ യാത്ര ചെയ്യേണ്ട ആവശ്യം വന്നു. അങ്ങനെയാണ് ഓക്കെ, ഇതിന്റെ ഇടയിൽ വ്ളോഗും കൂടി എടുക്കാമെന്നുള്ളൊരു ഐഡിയ വരുന്നത്. നിങ്ങളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര തരംഗമാണ്. എല്ലാവരും ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കണ്ടന്റ് നമ്മൾ വെറുതെ പോസ്റ്റ് ചെയ്താൽ പോലും ഭയങ്കര ലൈക്ക് വരുന്നത്. നിങ്ങൾ ആദ്യത്തെ സ്റ്റോറി നിങ്ങൾ ഏതാണ് അങ്ങനെ അപ്ലോഡ് ചെയ്തത്? ഓക്കെ, നമ്മൾ ആക്ച്വലി ജനറിക് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ടുള്ള ഒരു വിഷ്വൽസ് അല്ല എടുത്തത്. ഓക്കെ, സോ മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഓൺ ദ വേ പോകുമ്പോൾ ഉള്ള നമ്മുടെ വില്ലേജ്, അതായത് ഉള്ള ഏരിയയിലുള്ള ഒരു എക്സ്പീരിയൻസ്, അവരുടെ കൾച്ചർ, അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ കുറച്ച് റിയൽ ഇന്ത്യയാണ് നമുക്ക് ആക്ച്വലി ക്യാപ്ചർ ചെയ്യാൻ. അതാകുമ്പോൾ ആൾക്കാർ കണ്ടിട്ടുമില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലത്തെക്കുറിച്ച് അവരുടെ ആ ഒരു ഇതായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് കുറേ എക്സ്പീരിയൻസ് കിട്ടി, നമുക്ക് സ്വന്തമായിട്ടും കുറേ എക്സ്പീരിയൻസ് കിട്ടി. ലൈക്ക് എങ്ങനെയാ ഇന്ത്യയിൽ എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റ് പോകുമ്പോഴും ഡിഫറെൻറ്റ് കൾച്ചറാണ്. സോ ആക്ച്വലി നമ്മൾ ഇപ്പോൾ തുടങ്ങിയത് ലൈക്ക് ആസ് ഐ ടോൾഡ്, നമുക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, മലയാളം ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷെ അത് ഹിറ്റായില്ല. അപ്പോഴാണ് നമ്മൾ ഈ ആഗ്ര ഡൽഹി എക്സ്പ്രസ് വേയുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുത്തത് നമുക്കൊരു തെലുഗു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ആക്ച്വലി തുടങ്ങിയ സ്ഥലമാണ് ഇവിടെ. ഒരാള് തെലുങ്ക് മനസ്സിലാവുന്നില്ല, വളരെ നന്നായി ആദ്യം തന്നെ ഭാഷ കൃത്യമായി സംസാരിച്ച ഒന്നും കൂടി ഒന്ന് പേര് പറഞ്ഞു. എൻ്റെ പേര് നിക്കിത റെഡ്ഡി, വ്ളോഗ് പേര് ഡ്രിക്സ് ആണ്. ഞാൻ ആന്ധ്രാപ്രദേശ് ഗുണ്ടൂരിൽ നിന്നാണ് വരുന്നത്. ആന്ധ്രാപ്രദേശിൽ വന്നിട്ട് ഇത്രയും മനോഹരമായി മലയാളം എങ്ങനെ പറയാൻ സാധിക്കുന്നു?
മലയാളം ഇസ് എ വെരി മനോഹരമായ ലാംഗ്വേജ്. സോ അത് പറയാനേ പറ്റുള്ളൂ. ബിക്കോസ് നമ്മൾ സോങ്സ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ വേർഡ്സ് ആണ്. കഷ്ടപ്പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല കഷ്ടമായിരുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്ന സ്റ്റാർട്ട് നമ്മൾ ഡൽഹിയിൽ വരാനുള്ള റീസണും അതാണ്. നമ്മളൊരു AI കംപ്ലീറ്റ് ഇൻഡിജീനിയസ് AI ബിസിനസ് സൂട്ട്. അതായത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ നിങ്ങൾ എക്സൽ യൂസ് ചെയ്യും, AI യൂസ് ചെയ്യും, ജെമിനി യൂസ് ചെയ്യും, ChatGPT യൂസ് ചെയ്യും, മൾട്ടിപ്പിൾ സാധനം യൂസ് ചെയ്യും, നിങ്ങളുടെ ഡേറ്റ എല്ലാവിടെയും ഉണ്ട്. അതുകൊണ്ടൊരു സെക്യൂരിറ്റി ഇല്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ എവിടെയാണ് ഡേറ്റ പോകുന്നത്, എന്താ ചെയ്യേണ്ടത്, അടുത്ത എല്ലാം കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു AI ക്രിയേറ്റ് ചെയ്തു, ഒരു AI സിസ്റ്റം. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ എല്ലാം കമ്പനി എല്ലാം സെറ്റപ്പ് ആണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇപ്പോൾ പ്രോഫിറ്റ് എങ്ങനെയാണ് എവിടെയാണ് ലോസ്, അപ്പോൾ സെയിൽസ് തൊട്ട് മാർക്കറ്റിംഗ് എല്ലാം എൻഡ് ടു എൻഡ്. നമ്മൾ ബേസിക്കലി ഇന്ത്യക്ക് വേണ്ടി ഒരു ഇൻഡിജീനസ് LLM മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ AI ബിസിനസ് സ്യൂട്ട് ഉണ്ട്. അതൊരു കംപ്ലീറ്റ് ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാനും നിങ്ങളുടെ A to Z ബിസിനസ് ഓട്ടോമേഷൻ വേണ്ടിയുള്ള ഈ സാധനം അത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ 15th നമ്മൾ അതിൻ്റെ ലോഞ്ചാണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 15 ഗ്രാൻഡ് ആയിട്ടുള്ള ലോഞ്ച് ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി അതിനു വേണ്ടിയാണ് വന്നത്. പിന്നെ നമുക്ക് പാരലലി ഇതല്ലാണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ചാലഞ്ചസ് ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു സ്റ്റാർട്ട്, റൈറ്റ്? അപ്പോൾ ഇപ്പം നമ്മൾ പാരലലി ആക്ച്വലി ഒരു AI LLM അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ്. നമ്മൾ ആക്ച്വലി ഇപ്പം ലെവൽ 3 വരെ കഴിഞ്ഞു, ഒരു POC കോൺസെപ്റ്റ് കൂടെ കഴിഞ്ഞു. നമ്മളിപ്പോൾ 4th സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആക്ച്വലി ഗവൺമെന്റ് സപ്പോർട്ടാണ്. ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ് സ്കെയിൽ പ്രോജക്റ്റ്. ലൈക്ക് ഡേറ്റാബേസ് വേണം. ലൈക്ക് നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 13 പ്രൈമറിലി നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എത്രത്തോളം ഫിനാൻഷ്യൽ അതൊക്കെ നിങ്ങൾ കണ്ടെത്താനായിട്ട് എന്തൊക്കെയാണ്? കാരണം ഞാൻ ചോദിക്കുന്നത് ഇന്നോവേറ്റീവായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലടക്കം ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഉള്ള വെല്ലുവിളികൾ അതിനെയൊക്കെ എങ്ങനെ ഏത് രീതിയിൽ ഗവൺമെൻറ് ഇടപെടണമെന്നാണ് പറയുന്നത്? അത് വളരെ ഷാർപ്പായി പറഞ്ഞു. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് നമ്മൾ 16 crore സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ AI ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിൽ ഗവൺമെൻറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ച്വലി ഗവൺമെൻറ് വാട്ട് വി നീഡ് ഇസ് ലൈക്ക് ഇത് എല്ലാവർക്കും എത്തണം, അത്രയേ ഉള്ളൂ. കാരണം ഇത് ലൈക്ക് എല്ലാവരിലും എത്തിക്കണം. അവരുടെയും ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആവണം, അവർക്കും നല്ലപോലെ ബിസിനസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മുടെ എക്കോണമി നിങ്ങളുടെ ബിസിനസ് പ്രചോദനമായി മറ്റുള്ളവരും ബിസിനസ് ചെയ്യുക, അതാണ് പ്രധാന ഉദ്ദേശം. ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രശ്നം സബ്സ്ക്രിപ്ഷൻസ് സാധനങ്ങളൊക്കെ ആയിട്ട് ഫോറിൻ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും, ഇന്ത്യൻ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ എല്ലാത്തിനായിട്ട് ഒരുപാട് കാശ് ഇപ്പോൾ നമ്മൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 1 lakh പെർ മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബേർഡൻ ഇല്ലാതെ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റിയ ഒരു അഫോർഡബിൾ ആയിട്ട് ഞങ്ങൾക്ക് കത്തി റേറ്റിലൊന്നും കൊടുക്കാൻ. ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ മറ്റേ ഫാഷൻ ടെക്നോളജി കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നു, ഒരു സംരംഭം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കഥകളാണ് യൂട്യൂബിലേക്ക് പ്രചരിപ്പിച്ചത്. ഇപ്പം ഡിഫൻഡറിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര ചെറിയ പ്രായത്തിലൊക്കെ എങ്ങനെ, അതും കൂടെ ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയുമോ? ഐ തിങ്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് വൺ ഓഫ് ദി തിങ്. കാരണം നമ്മളിപ്പോൾ ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ ആ ഒരു ചിട്ടയായ ഒരു ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ് ആക്ച്വലി നമുക്ക് ആക്ച്വലി ഈ ഒരു രീതിക്ക് എത്താൻ സഹായിച്ചത്. അതായത് നമ്മുടെ ഒരു ഡെഡിക്കേഷൻ. നമ്മളെല്ലാവരും വർക്ക് ഹോളിക്കാണ്, നമ്മളെല്ലാം വർക്ക് ഫോക്കസ്ഡ് ആണ്. ഈവൻ നമ്മൾ അങ്ങനെ ഇപ്പോൾ കോളേജ് ലൈഫ് എന്നെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫുൾ കമ്പനി എന്നുള്ള ഒരു ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പേരെന്താ? കമ്പനിയുടെ പേര് ലൈഫ് ഡിസൈനർ. നമ്മൾ ബാംഗ്ലൂർ HSR ലേഔട്ടിലാണ് നമ്മളിപ്പോൾ ഓഫീസ് ഉള്ളത്. നമുക്ക് ഓൺ ഓഫീസ് ഉണ്ട്. കമ്പനി എന്തൊക്കെയാണ് ചെയ്യാന്ന് വെച്ചാൽ വി ഡു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, AI പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ പ്രോഗ്രസീവ് സൊസൈറ്റി ആണെന്ന് പറയുമ്പോഴും ഒരു അണ്ടർ പ്രോഗ്രസീവ്നെസ് ഇപ്പോഴും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പലയിടത്തും. നിങ്ങൾ സ്ത്രീകളാണ്, മീൻസ് പെൺകുട്ടികളാണ്. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസ് ഉണ്ട്. അതിപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടോ പലയിടങ്ങളിൽ നിന്നായിട്ട്? ഐ തിങ്ക് നമുക്ക് അങ്ങനെ ചാലഞ്ചസ് ഒന്ന് ഒരുമിച്ചുള്ള കൊണ്ടുള്ള ഒരു ഒത്തൊരുമയും ഗ്രോത്തും പിന്നെ ആക്ച്വലി നമുക്ക് കുറേ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് മെയിൻലി വന്ന ചാലഞ്ചസ് ഇപ്പോൾ നമുക്ക് ഇനീഷ്യലി ഐ വുഡ് സേ എംപ്ലോയി മാനേജ്മെൻറ്റ് അറിയണ്ടായിരുന്നില്ല എങ്ങനെയാണ്. ബിക്കോസ് നമ്മളും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ എംപ്ലോയി ചെയ്യണം, എല്ലാവരും നമ്മളെപ്പോലെ ഇരുന്ന് വർക്ക് ചെയ്യണം, അതുപോലെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അപ്പം അവിടെ പോകുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് ആ ഒരു ദേഷ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫയർ ചെയ്യും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഗേൾസ് ആണെന്ന് വന്നിട്ട് ലൈക്ക് നമ്മുടെ എംപ്ലോയീസ് ആണെങ്കിലും ലൈക്ക് മുതലാക്കും, അങ്ങനെയൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കും. കാരണം ഞങ്ങൾ എല്ലാവരും ഒരേ വൈബിലാണ്. സോ വിൽ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ ചോദിച്ച് എവിടെയെങ്കിലും പോവുകയാണ്, നിങ്ങൾക്ക് ക്യാപിറ്റൽ വേണം, നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് വേണം, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് വേണം.
അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് നമ്മളൊരു കാര്യം ചോദിച്ച് പോകുമ്പോൾ അതിനകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികളാണെന്നുള്ള അവഗണന ഒരു ഫേസ് ചെയ്യുന്നുണ്ടോ നിലവിൽ? അങ്ങനെ വല്ലതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാം. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. കുട്ടികൾ എന്നുള്ളൊരു രീതിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ വരാത്തത്. കറക്റ്റ്. പക്ഷെ നമുക്ക് ആക്ച്വലി താങ്ക്ഫുള്ളി നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫാമിലിന്നാട്ടെ നമുക്കിപ്പോൾ നേരത്തെ സപ്പോർട്ട് ചെയ്ത കമ്പനി പാൽപെക്സ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി ആട്ടെ നമുക്ക് ഭയങ്കര നമ്മുടെ ഗ്രോത്തിന് ഇതിന് വേണ്ടിയുള്ള സ്ട്രെങ്ത് തന്നിട്ടുള്ളൂ. സോ വി ബീൻ വെരി തന്നെയാണ് നമുക്ക് സൊസൈറ്റിന് ലൈക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു വിഷൻ. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ AI ബിസിനസ് ഷൂട്ട് ചെയ്യണമെങ്കിലും ലൈക്ക് ഇത്ര നല്ല AI എല്ലാവരുടെയും ബിസിനസ്സിൻ്റെ കൈകളുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ബിസിനസ് എങ്ങനെ വളരും എന്ന് അത് നമുക്ക് കാണണം. അതുകൊണ്ട് AI ആണോ ഫ്രണ്ടിൽ നമുക്ക് അത്രത്തോളം അത്ഭുതം തോന്നി മലയാളം. അതുകൊണ്ടാണ് നമ്മുടെ വിഷൻ ഓൾസോ ലൈക്ക് ഇപ്പോൾ AI ഇന്ത്യ അണ്ടർ പ്രോഗ്രസ് അതൊക്കെ പറയണമെങ്കിൽ നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ 5 ഓൾ ഇന്ത്യ ട്രിപ്സ് കഴിഞ്ഞു, ഇത് 6ാമത്തെ ഓൾ ഇന്ത്യ ട്രിപ്പാണ്. ഒരു സ്ഥലത്തിൽ പോയി പിന്നെ അതേ സ്ഥലം നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ ആ സ്ഥലം സെയിം ആയിട്ടല്ല ഇരിക്കുന്നത് ഇന്ത്യയിൽ. ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ് ആൻഡ് ദാറ്റ്സ് വൈ ഇന്ത്യ നീഡ്സ് AI, ദാറ്റ് ടു എന്റർപ്രൈസ് ഗ്രേഡ് AI ബിസിനസ് ഷൂട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആൻഡ് ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സ് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഓൾ ഓഫ് us കം ഔട്ട് ആൻഡ് ലൈക്ക് ക്യാച്ച് അപ്പ്. ഇതുപോലെ ഒരുപാട് വാഹനങ്ങളൊക്കെ നിങ്ങളിപ്പം എടുത്തു, അതിന് നിങ്ങൾ പണം സ്പെൻഡ് ചെയ്തു. ഇത് അത്ര കയ്യെത്താ ദൂരത്തൊന്നുമല്ല എന്നുണ്ട്. ഒരു എക്സാമ്പിളറി ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് വെക്കാൻ? നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഫോർച്യൂണർ ഉണ്ട്. നമ്മൾ അതിലായിരുന്നു ഓൾ ഇന്ത്യ ട്രിപ്സ് മിക്കതും ചെയ്തത്. പിന്നെ വി ബോട്ട് ലൈക്ക് ആൻ Audi Q7. അതിൽ നമ്മൾ പിന്നെ അധികം ഓൾ ഇന്ത്യ ട്രിപ്പൊന്നും ചെയ്യലില്ല ബിക്കോസ് യു നോ റൈറ്റ്. പിന്നെ ഡിഫൻഡർ, പിന്നെ അതിന് ശേഷമാണ് ഡിഫൻഡർ വാങ്ങിച്ചത്. ഡിഫൻഡർ വാങ്ങിച്ച സമയത്ത് മെയിൻ തോട്ടേഴ്സ് ലൈക്ക് നമുക്ക് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്ത് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനും ഇങ്ങനെ ഒരു ക്ഷീണം ഇല്ലാതെ എല്ലാം സ്മൂത്തായിട്ട് പോകാനുള്ള രീതിക്കാണ് നമ്മൾ വാങ്ങിച്ചത്. വി ഫെൽ ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഒബ്വിയസ്ലി നമ്മൾ എപ്പോഴും സേവിങ്സ് എന്ന രീതിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വി ആർ നോട്ട് ഗോണ എൻജോയ് യുവർ ലൈഫ്. ഇപ്പോൾ 2-3 ട്രിപ്സ് ചെയ്യണമെങ്കിൽ വി ആർ ലിവിങ് ഇൻ ദ കാർ ഫോർ 4-5 months. സോ അങ്ങനെ നമുക്ക് കണക്കാക്കിയാൽ ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഹെൽത്ത് ഇഷ്യൂ വരാത്ത രീതിയിലും എയർ ക്വാളിറ്റിയും പിന്നെ സ്പേസും. സോ നാളെ ഇപ്പോൾ നമുക്കൊരു സ്റ്റേ ഇല്ലയെന്ന് പറഞ്ഞാൽ കാറിൽ തന്നെ ഇരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്യണം, ചാർജ് ഉണ്ടാവണം. ലൈക്ക് ക്ലയൻസിന് ഒരിക്കലും ആ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ പാടില്ല. പിന്നെ ടെറൈനിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വ്ളോഗും ബിസിനസ്സും നടക്കണം, ഇറ്റ്സ് കൊണ്ടുപോകാൻ പറ്റണം. അതിനുള്ള ഒരു അതായത് നിങ്ങൾക്ക് ആ പാരലൽ ബിസിനസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ പാരലൽ ബിസിനസ്സിലൂടെ മാക്സിമം പ്രോഫിറ്റ് സ്വന്തമാണ്. ഡെഫിനറ്റ്ലി നമ്മൾ അതിന്റെ കംഫർട്ടും ആ ഒരു ഫംഗ്ഷനാലിറ്റി ഓർത്തിട്ട് തന്നെയാണ് നമ്മൾ ഡിഫൻഡർ ചൂസും ചെയ്തത്. നിങ്ങളുടെ കാണുന്ന സാധനങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഒരു ബിസിനസ്സും ഒപ്പം തന്നെ നിങ്ങളുടെ ഈ 2 ബിസിനസ്, അത് 2 ബിസിനസ് നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ശോഭിക്കാൻ വേണം. അതിനകത്ത് കേടുപാട് വരുത്താനും പാടില്ല. അപ്പോൾ കേടുപാട് വരുത്താതിരിക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഓരോ ദിവസം ഡേ ടു ഡേ? അങ്ങനെയാണെങ്കിലും വിൽ സേ ഇപ്പോൾ IT മേഖലയിലാണെങ്കിലും ഇപ്പോൾ AI വന്നിട്ട് എല്ലാവരും ഒരുപാട് പേരെ പണി പോയി അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് വാട്ട് വി ഡു ഇസ് വി ഡെവലപ്പ് AI. നമ്മൾ AI ചെയ്ത് ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ്സിനൊക്കെ ആണെങ്കിലും ഇപ്പോൾ അവർക്ക് ഡിഫക്റ്റ് വ്ളോഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ. അല്ല, ഇത് പാരലൽ, ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമുക്കങ്ങനെ ഇന്ന സമയം വ്ളോഗിന് ഇന്ന സമയം കമ്പനി അങ്ങനെയൊന്നുമില്ല. നമ്മളിത് ഭയങ്കര നമ്മളത് വ്ളോഗ് എടുക്കും. ഇപ്പൊ ഇവിടെ സംഭവിച്ച തൊട്ടപ്പുറത്ത് മറ്റൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്, അതറിയാമോ എന്താണ്? പ്രൊട്ടസ്റ്റ്. എന്ത് പ്രൊട്ടസ്റ്റ്? കോക്രോച്ച് ഐ തിങ്ക്. എന്തിനാണ് ഈ കോക്രോച്ച് എന്ന് ആരാണ് വിളിച്ചതെന്നൊക്കെ അറിയാമോ? അതായത് തൊഴിലില്ലാത്ത ആളുകളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പാർട്ടികളോടാണ് നിങ്ങളെപ്പോലുള്ള അതായത് കോക്രോച്ചസ് എന്ന് യുവാക്കളെ വിളിച്ചതിന്റെ പേരിലാണ് അവരിങ്ങനെ പ്രതിഷേധിക്കുന്നത്. അതിനൊരു സപ്പോർട്ട് നൽകുന്നുണ്ടോ? നമ്മളിപ്പോ നിൽക്കുന്ന ഏതാണ്ട് ഒരു 500 മീറ്ററിനപ്പുറമാണ് CJPയുടെ പ്രൊട്ടസ്റ്റ്. അതും ഇതുപോലെ യൂത്ത് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്കും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ 3 ദിവസം കൊണ്ടാണ് വലിയ വ്യൂസ്. അറിഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. യുവാക്കളും കോക്രോച്ചസ് അല്ലല്ലോ, പണിയിലാണ്. നമ്മളിപ്പം ഈ ജനറേഷൻ ആക്ച്വലി ജെൻസി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. നമുക്ക് ഐ മീൻ അങ്ങനെയല്ല, ലൈക്ക് ഒരുപാട് ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വി ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദാറ്റ്സ് വാട്ട് വി ആർ ഓൾസോ സേയിങ്. ലൈക്ക് ഇപ്പൊ നമുക്ക് ജനറേഷൻ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഏജ് ഒരു പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ ജെൻഡർ പോലും ഒരു പ്രശ്നമല്ല. നമ്മൾ അങ്ങനെ വുമൻ അങ്ങനെ അല്ല, നമ്മള് സെയിം ഒരു വൈബിൾ ആൾക്കാരെ കാണുമ്പോൾ ദേ ആർ ഓൾസോ ലൈക്ക് അവർക്കും ഡ്രഗ്സ് ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സോ ജെൻസി ഇസ് നോട്ട് എല്ലാവരും പറയുന്ന പോലെ അല്ല. ആൻഡ് വി ഓൾസോ സപ്പോർട്ട് ഹ്യൂമാനിറ്റി മോർ ദാൻ ലൈക്ക് ജെൻഡർ, ഏജ്. അതിനേക്കാളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഹ്യൂമാനിറ്റിയിലാണ്. ഗേൾ ഓർ ബോയ് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. ഇവൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആണെങ്കിലും ഒരു പേഴ്സൺ എന്ന രീതി, ഒരു ഹ്യൂമൻ
ആ ഒരു ബ്രെയിൻ, ദാറ്റ്സ് വാട്ട് ഇസ് മോർ വാല്യൂബിൾ. കുറേയധികം ആളുകൾ അറിയാൻ കഴിയുന്ന, അതായത് കുറേയധികം പ്രശ്നങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതിലടക്കം ഒരു വ്യക്തത നിങ്ങളിപ്പോൾ വരുത്തിയിരിക്കുകയാണ്. ജെൻസുകളെല്ലാം ഇങ്ങനെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതിൽ തന്നെ ഒരു മാറ്റമൊക്കെ വരുന്നത്. എന്തായാലും നന്നായത് മുന്നോട്ട് പോകട്ടെ, ഇനി നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. ഇതുപോലെ ഡിഫൻഡറിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും എടുക്കാൻ സാധിക്കണം. എന്തായാലും നന്നായി ചെയ്യുക. ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവർ. കേരള ഹൗസിൽ നമ്മൾ വന്നപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അപ്പോഴാണ് ഇവരെ നമ്മൾ കണ്ടത്. എന്തായാലും വലിയ ഒരു മോട്ടിവേഷൻ അത് നൽകിയിരിക്കുകയാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് വ്യക്തമായി, ദൃഢമായി, സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.